ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതും പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാനും പറ്റിയ പ്രോട്ടീൻ റിച്ചായ ഹെൽത്തി പീനട്ട് സലാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സലാഡിന് വേണ്ടി ഈ പച്ചക്കപ്പലിൻ്റെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് 150 ഗ്രാമുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. പിന്നെ ഒരു കുക്കുംബർ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കുക്കുംബർ എടുത്തത് 1 കപ്പ് ഉണ്ട് അരിഞ്ഞു വന്നപ്പോൾ. അതുപോലെ ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. അതുപോലെ ചെറിയൊരു സവാള ഈ ഒരു സൈസിൽ അരിഞ്ഞ് അതും ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. അതുപോലെ 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. പിന്നെ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കണം. അതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ തൊട്ട് ഒരു 2 ടീസ്പൂൺ വരെ ലെമൺ ജ്യൂസ്. പിന്നെ 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കപ്പലണ്ടി വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് കപ്പലണ്ടി അല്ലാതെ കടല വേവിച്ചതും കൂടെ ചേർക്കാം. കറുപ്പ് കടലയില്ലേ, അത് വേവിച്ചത് ചേർക്കാം 1 കപ്പ്. കറുപ്പ് കടല നമ്മൾ സാധാരണ കറികൾക്കൊക്കെ വേവിക്കത്തില്ലേ കുക്കറിൽ, 7-8 മണിക്കൂർ നേരം കുതിർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കണം. എന്നിട്ട് അതിൽ നിന്ന് 1 കപ്പ് എടുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അതും നല്ല പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വെജിറ്റബിളൊക്കെ ഇതിൻ്റെ ഡബിൾ എടുക്കണം. ഇതിൽ ചേർത്തിരിക്കുന്നത് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിൻ്റെ ഡബിൾ എടുക്കണം. കടലയും കൂടെ ചേർക്കുവാണെങ്കിൽ, അതും കൂടെ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഞാൻ ഈ കപ്പലണ്ടി കുതിർത്തിട്ടൊന്നുമില്ല, നേരത്തെ ഒന്നും അങ്ങനെ കുതിർത്ത് വെക്കാതെ ഡയറക്റ്റായിട്ട് അങ്ങ് വേവിക്കുമായിരുന്നു. കുക്കറിലൊന്നുമല്ല, ഉപ്പിട്ടിട്ട് ഓപ്പണിൽ വേവിച്ചെടുക്കുമായിരുന്നു. ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ നല്ല ഒരു ഹെൽത്തി സലാഡ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സലാഡ്. പിന്നെ ഇതിൽ ചിലർ ജീരകപ്പൊടി ചേർക്കാറുണ്ട്, നല്ല ജീരകത്തിൻ്റെ പൊടി, വറുത്ത് പൊടിച്ച ജീരകപ്പൊടി. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 നുള്ള് ചേർക്കാം, അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഡെയിലി ചോറ് കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് ഇതൊന്ന് ഉൾപ്പെടുത്താമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്